നമസ്കാരം. അഞ്ചലിൽ സിവിൽ പോലീസ് ഓഫീസറുടെ ബുള്ളറ്റ് കത്തിച്ച സംഭവത്തിൽ നാടകീയമായ ട്വിസ്റ്റാണ് ഉണ്ടായിരിക്കുന്നത്. 3 വർഷം മുമ്പ് വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട ലാത്തി ചാർജിന്റെ പ്രതികാരമാണ് ബൈക്ക് കത്തിക്കലിന് പിന്നിലെന്നായിരുന്നു ആദ്യം പോലീസ് സംശയിച്ചിരുന്നത്. എന്നാൽ രാഷ്ട്രീയ വിരോധമല്ല, മറിച്ച് നിശ്ചയിച്ചുറപ്പിച്ച വിവാഹത്തിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ പിന്മാറിയതിലുള്ള വ്യക്തിപരമായ പകയാണ് സംഭവത്തിന് പിന്നിലെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു. കേസിൽ കട്ടപ്പന സ്വദേശിനി ഗായത്രി മോഹൻ, ശൂരനാട് സ്വദേശിനി ആരതി എന്നീ 2 യുവതികളെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനിടെ പോലീസ് കസ്റ്റഡിയിലുള്ള യുവതികളിൽ ഒരാൾ വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതും സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആറന്മുള സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായ വിവേകിന്റെ ബുള്ളറ്റാണ് കഴിഞ്ഞ ദിവസം യുവതികൾ ചേർന്ന് കത്തിച്ച് ചാമ്പലാക്കിയത്. വിവേകിന്റെ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന വാഹനത്തിന് തീയിടുന്നതിന് മുമ്പ് ഇവർ വീട്ടുപടിക്കൽ കരിയോയിൽ ഒഴിച്ചിരുന്നു. വാഹനം കത്തുന്നത് കണ്ട് പുറത്തേക്കിറങ്ങിയ വിവേകും മാതാപിതാക്കളും ഈ കരിയോയിലിൽ തെന്നി വീണ് പരിക്ക് പറ്റുകയും ചെയ്തിരുന്നു. തിരുവനന്തപുരത്തെ എൻട്രൻസ് കോച്ചിംഗ് സെന്ററിലെ വിദ്യാർത്ഥിനികളായ യുവതികളെ അഞ്ചലിലെ ഒരു ലോഡ്ജിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇതിനുശേഷം പുനലൂരിലെ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ച് തിരികെ പോലീസ് സ്റ്റേഷനിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് യുവതികളിൽ ഒരാൾ കയ്യിൽ കരുതിയിരുന്ന വിഷം കഴിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ചത്. ഇവരെ അടിയന്തരമായി ആശുപത്രിയിൽ എത്തിച്ചു. യുവതികളിൽ ഒരാളും പോലീസ് ഉദ്യോഗസ്ഥനായ വിവേകും തമ്മിൽ നേരത്തെ തന്നെ ദീർഘനാളത്തെ പരിചയമുണ്ടായിരുന്നു. ഈ സൗഹൃദത്തിന്റെ തുടർച്ചയായാണ് ഇവരുടെ വിവാഹം നിശ്ചയിച്ചുറപ്പിച്ചത്. എന്നാൽ പിന്നീട് ചില കാരണങ്ങളാൽ ഈ വിവാഹ ബന്ധത്തിൽ നിന്ന് വിവേക് ഏകപക്ഷീയമായി പിന്മാറുകയായിരുന്നു. ഇതോടെയാണ് വിവേകിനോട് കടുത്ത പകയുണ്ടായതെന്നും അദ്ദേഹത്തെ പാഠം പഠിപ്പിക്കാനായി ബൈക്ക് കത്തിക്കാൻ തീരുമാനിച്ചതെന്നും യുവതികൾ പോലീസിന് മൊഴി നൽകുകയായിരുന്നു. സംഭവ സ്ഥലത്ത് നിന്ന് വിവേകിന്റെ വീടിന് മുന്നിൽ നിന്ന് പോലീസ് കണ്ടെടുത്ത 3 പേജുള്ള കത്താണ് ആദ്യം കേസ് വഴിതിരിച്ചുവിട്ടത്. ഞങ്ങളിനി തിരിച്ചു വരില്ലെന്ന് നീ കരുതിയോ തുടങ്ങിയ മൂർച്ചയേറിയ വാചകങ്ങൾ അടങ്ങിയ കത്ത് കണ്ടതോടെയാണ് രാഷ്ട്രീയ വിരോധമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് കരുതിയത്. എന്നാൽ പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തതോടെയാണ് പ്രണയപ്പകയുടെയും വഞ്ചനയുടെയും ഞെട്ടിക്കുന്ന വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും യുവതികളെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ. അതേസമയം ഇവർ തമ്മിൽ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ എന്ന കാര്യത്തിലും പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തി വരികയാണ്. ഈ പെൺകുട്ടികൾക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന കാര്യത്തിലും വ്യക്തമായ ഉത്തരം തേടുകയാണ് പോലീസ്.